ആര്യൻ്റെ തനി സ്വഭാവം പുറത്ത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. പലരും ശ്രദ്ധിച്ച കാര്യം തന്നെയായിരിക്കും. സംഗതി ഇങ്ങനെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആര്യൻ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്കിൻ്റെ ഇടയിൽ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടിൽ കുനിഞ്ഞിരുന്ന് ഇഴയുന്നൊരു സംഭവം ഉണ്ടായത്. അതായത് ആന നടക്കുന്നത് പോലെ ആര്യൻ നടന്നിരുന്നു. അന്ന് ഇതേ ആര്യന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നടുവേദന ഉണ്ടായിരുന്നു. അന്ന് ആര്യൻ്റെ മുഖത്ത് ചിരിയോ അല്ലെങ്കിൽ പരിഹാസ രൂപേണയുള്ള ഒരു ആക്ഷൻസും ഒരു സംഗതിയും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അതേ ആര്യൻ ഇന്നലെ ശൈത്യ സ്റ്റോറി പറയുമ്പോൾ നടുവേദന ആയതുകൊണ്ട് എൻ്റെ എക്സ്പ്രഷൻ അതാണ്, വേദന എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചിരിയായിട്ട് തോന്നിയതാണ് എന്നൊക്കെ പറയുന്ന ഒരു ആര്യനെ കണ്ട്. രണ്ടും സെയിം സാധന. അന്നും നടുവേദനയായിരുന്നു, ഇന്നലെയും നടുവേദനയായിരുന്നു. പക്ഷേ ഇത് ശൈത്യ മനഃപൂർവ്വം, അതായത് ആര്യം മാത്രമല്ല, അവിടെ നമ്മുടെ റെനയും അതേപോലെ തന്നെ സരികയും ഒക്കെ തന്നെ ഒരു പരിഹാസത്തിലാണ് ശൈത്യയുടെ ആ സ്റ്റോറി കേട്ടത്. അല്ലെങ്കിൽ താല്പര്യമില്ല അത് കേൾക്കരുത്. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണ്. അത് ആൾക്കാരാണ് ഈ മത്സരത്തിൻ്റെ വിജയിയെ നിർണ്ണയിക്കുന്നത്, അവരുടെ വോട്ടുകളാണ്. ഇതൊക്കെ മനസ്സിലാക്കി 7ാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോഴും ഇതൊന്നും അറിയാത്ത മത്സരാർത്ഥികളാണ് ഇതിനകത്തേക്ക് കയറിപ്പോകുന്നത്. എന്തായാലും ആര്യൻ ഇന്നലെ കാണിച്ചത് വളരെ വളരെ മോശപ്പെട്ട കാര്യമായിരിക്കും. അതിനൊരു 7ൻ്റെ പണി ആര്യന് ലാലേട്ടൻ വരുമ്പോൾ കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ആര്യൻ ഇന്നലെ അവിടെ കാണിച്ചത്.